നമസ്കാരം. മിഡ് ഈസ്റ്റ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡോളറിനെതിരെ രൂപയുടെ നില ശക്തമായി. ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് കുറഞ്ഞു. ഒമാനി റിയാൽ 166.92 രൂപയിലെത്തി. മറ്റ് ഗൾഫ് കറൻസി നിരക്കിലും കുറവ്. ഡോളർ വില ഇടിഞ്ഞത് സിറിയക്കെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ. സൗദി അറേബ്യയിൽ പൊതുമാപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പൊതുമാപ്പ് പ്രവർത്തനങ്ങൾക്കായി റിയാദ് ഇന്ത്യൻ എംബസിയുടെ സേവന കേന്ദ്രം അൽ ഹസയിൽ തുറന്നു. ഔട്ട്പാസ് അപേക്ഷ സ്വീകരിക്കുന്നതിലും മറ്റു മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും ജിദ്ദയിലെ ഇന്ത്യൻ കൗൺസിലേറ്റ് സംഘം മദീനയിൽ. യുഎഇയിലെ സ്കൂളുകൾ നാളെ തുറക്കും. 10,36,000-ലധികം കുട്ടികൾ സ്കൂളുകളിലെത്തും. അക്കാദമിക വർഷത്തെ മൂന്നാമത്തെ ടേമിൽ 75 അധ്യയന ദിനങ്ങൾ. യുഎഇയിൽ 40 പുതിയ മരുന്നുകൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം. പുതിയ മരുന്നുകൾ അർബുദം, രക്തസമ്മർദ്ദം, പ്രമേഹമടക്കമുള്ള രോഗങ്ങൾക്ക്. 16 മരുന്നുകൾക്ക് വില വർദ്ധിപ്പിക്കാനും ഔഷധ വിലനിർണ്ണയ ഉന്നതാധികാര സമിതി തീരുമാനം. ഡോളറിനെതിരെ രൂപയുടെ നില ശക്തമായതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് കുറഞ്ഞു. ഡോളർ വില ഇടിഞ്ഞതോടെയാണ് ഇന്ത്യൻ രൂപ ശക്തി പ്രാപിച്ചത്. വെള്ളിയാഴ്ച ഒരു ഒമാനി റിയാലിന് 166.92 രൂപ എന്ന നിരക്കിലാണ് വിനിമയ സ്ഥാപനങ്ങൾ ക്ലോസ് ചെയ്തത്. മറ്റ് ഗൾഫ് കറൻസികളുടെ നിരക്കിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2015 നവംബർ 11 ശേഷം ഒമാനി റിയാലിന്റെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കഴിഞ്ഞ നവംബറിൽ ഒരു റിയാലിന് 178 രൂപയ്ക്ക് മുകളിൽ വരെ വിനിമയ നിരക്ക് ഉയർന്നിരുന്നു. നവംബർ 28 രേഖപ്പെടുത്തിയ ഒരു റിയാലിന് 178.86 രൂപ എന്നതാണ് ഇതുവരെ രേഖപ്പെടുത്തിയ ഉയർന്ന നിരക്ക്. ഇത് പിന്നീട് താഴ്ന്ന് 173, 174 നിരക്കിൽ വരെ എത്തി. UP തെരഞ്ഞെടുപ്പ് ഫലത്തോടെ പിന്നെയും ശക്തമായ രൂപ റിയാലുമായുള്ള വിനിമയ നിരക്കിനെ 170-ൽ താഴെ എത്തിച്ചു. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വീണ്ടും രൂപ ഇടിയാൻ തുടങ്ങിയതോടെ വിനിമയ നിരക്ക് 169.10 ഉയർന്നു. കഴിഞ്ഞ ദിവസം അമേരിക്ക സിറിയയിൽ നേരിട്ട് ആക്രമണം നടത്തിയതോടെ ഡോളർ വീണ്ടും ഇടിഞ്ഞു. രൂപയ്ക്ക് പുറമെ ജപ്പാൻ കറൻസിയായ യെൻ തുടങ്ങിയവയും ശക്തി പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ രൂപ വർധനവിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിലേക്ക് ഇന്ത്യ നീങ്ങുന്നുവെന്നും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ശക്തമായ രീതിയിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതുമാണ്. അതിനോടൊപ്പം തന്നെ ഡോളറിൻ്റെ വിനിമയ നിരക്കിൽ വന്നിട്ടുള്ള കുറവുകളിലും അല്ലെങ്കിൽ ഡോളർ ഇൻഡെക്സിൽ വന്നിട്ടുള്ള ചാഞ്ചാട്ടം, യൂറോയിലും യെന്നിലും വന്നിട്ടുള്ള നിരക്കുകളിലെ വ്യതിയാനവും ഇതിനൊരു കാരണം തന്നെയാണ്. രൂപയുടെ വിനിമയ നിരക്കിടിഞ്ഞത് പ്രവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മാസാദ്യമായതിനാൽ നിരവധി പേർ പണം നാട്ടിലയക്കാനിരിക്കെയാണ് ഈ തിരിച്ചടി. നാട്ടിൽ പണം അത്യാവശ്യമില്ലാത്തവർ കാത്തിരിക്കാമെന്ന നിലപാടാണ് എടുക്കുന്നത്. ഇത് ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്ക് കുറയ്ക്കാൻ കാരണമാകും. മീഡിയ 1 മസ്കത്ത്. പൊതുമാപ്പ് പ്രവർത്തനങ്ങൾക്കായി റിയാദ് ഇന്ത്യൻ എംബസിയുടെ സേവന കേന്ദ്രം അൽ ഹസയിൽ പ്രവർത്തനം ആരംഭിച്ചു. അംബാസിഡർ അഹമ്മദ് ജാവേദ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നിയമലംഘകർക്ക് സൗദി വിടാനുള്ള അവസാന അവസരമാണിതെന്നും ഇത് ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങണമെന്നും അംബാസിഡർ ആവശ്യപ്പെട്ടു. അൽ ഹസയിലെ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് സേവന കേന്ദ്രത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന യോഗത്തിൽ അംബാസിഡർ അഹമ്മദ് ജാവേദ് പൊതുമാപ്പിന്റെ നടപടികൾ വിശദീകരിച്ചു. പൊതുമാപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് അംബാസിഡർ സംഘവും അൽ ഹസയിലെത്തുന്നത്. അൽ ഹസ മേഖലയിൽ നിരവധി ഇന്ത്യക്കാർ കാർഷിക മേഖലയിലും ഹൗസ് ഡ്രൈവർമാരായും ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും നിയമപ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി സഹായം ലഭ്യമാക്കണമെന്ന് അംബാസിഡർ സാമൂഹ്യ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. അൽ ഹസ, ഖഫ്ജി, സൊഫ്വ, അബ്ഖൈഖ് ഭാഗത്തുള്ളവർക്ക് അൽ ഹസയിലെ സേവന കേന്ദ്രം വഴി സഹായം നൽകും. അബു ഹൈദറിയ, റാസൽ ഖൈർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ജുബൈൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമായാണ് ബന്ധപ്പെടേണ്ടത്. കമ്മ്യൂണിറ്റി വെൽഫെയർ വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി അനിൽ നോട്ടിയാലും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദമാം. പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും ഔട്ട്പാസ് അപേക്ഷ സ്വീകരിക്കുന്നതിനും ജിദ്ദയിലെ ഇന്ത്യൻ കൗൺസിലേറ്റ് സംഘം മദീനയിലെത്തി. കോൺസുലർ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് ക്യാമ്പിലെത്തി സംവിധാനങ്ങൾ വിലയിരുത്തി. മദീന ഹജ്ജ് മിഷൻ ഓഫീസിൽ രാവിലെ 9 മുതൽ ആരംഭിച്ച ക്യാമ്പിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങുന്നതിന് ഔട്ട്പാസിന് അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ നൽകിയവരുടെ ഔട്ട്പാസുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ജിദ്ദ കോൺസുലേറ്റിൽ മദീനയിലെത്തിക്കും. കമ്മ്യൂണിറ്റി വെൽഫെയർ വിംഗ് വളണ്ടിയർമാരിൽ നിന്നും ഇത് കൈപ്പറ്റണമെന്നും അധികൃതർ അറിയിച്ചു. EC കൈപ്പറ്റിയ ശേഷം മദീന ഫസലിയിലുള്ള തർഹീലിൽ പോയി എക്സിറ്റ് വിസ നേടാം. ഇതിനുശേഷമാണ് നാട്ടിലേക്ക് പോകാനാവുക. ഹുറൂബുകാരിൽ പാസ്പോർട്ട് കൈവശമുള്ള 50ഓളം ഇന്ത്യക്കാർ സൗദി ജവാസത്ത് കേന്ദ്രത്തിലെത്തി എക്സിറ്റ് നേടി ഇതിനകം നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് സഹായ കേന്ദ്രത്തിലെത്തി പൊതുമാപ്പിന് അപേക്ഷ നൽകാൻ എത്തിയവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. പൊതുമാപ്പിന് അർഹരായവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അപേക്ഷകൾ സ്വീകരിക്കാനും കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രവർത്തകർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി.
കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാരായ ആസിഫ്, സയ്യിദ്, സർവാനി എന്നിവർക്കൊപ്പം മദീന കമ്മ്യൂണിറ്റി പ്രവർത്തകരായ ഷെരീഫ് കാസർകോട്, സയ്യിദ് മൂന്നിയൂർ, റഷീദ് പേരാമ്പ്ര എന്നിവരും സേവന കേന്ദ്രത്തിൽ അപേക്ഷകരെ സഹായിക്കാനുണ്ടായിരുന്നു. അൽതാഫ് കൂട്ടിലങ്ങാടി, മീഡിയ 1, മദീന. UAE-യിൽ 40 പുതിയ മരുന്നുകൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം. 16 മരുന്നുകൾക്ക് വില വർദ്ധിപ്പിക്കാനും മന്ത്രാലയത്തിന്റെ ഔഷധ വിലനിർണ്ണയ ഉന്നതാധികാര സമിതി തീരുമാനിച്ചു. അർബുദം, ശ്വാസകോശ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, നേത്രരോഗങ്ങൾ, അമിത രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയവയ്ക്കുള്ള 40 പുതിയ മരുന്നുകൾക്കാണ് ദുബൈയിൽ ചേർന്ന ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയത്. പുതിയ വിലനിർണ്ണയ സംവിധാനത്തിൽ 150 മരുന്നുകളുടെ വില നിശ്ചയിച്ചത് സമിതി അംഗീകരിച്ചു. 16 മരുന്നുകളുടെ വില അവയുടെ GCC വിലയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കാനും അനുമതി നൽകി. അന്താരാഷ്ട്ര ഏജൻസികളുടേതടക്കം കർശന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പുതിയ ഔഷധങ്ങൾക്ക് അംഗീകാരം നൽകിയതെന്ന് പൊതുജനാരോഗ്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ അമീൻ ഹുസൈൻ അൽ അമീരി പറഞ്ഞു. UAE-യിൽ 16 ഔഷധ കമ്പനികൾ 1000-ലധികം തരം മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട്. 2020ഓടെ മരുന്ന് കമ്പനികളുടെ എണ്ണം 34ആയി ഉയർത്താനും ആരോഗ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നു. മീഡിയ 1, ദുബായ്. അക്കാദമിക വർഷത്തെ 3ാമത്തെ ടേമിന് തുടക്കം കുറിച്ച് UAE-ലെ സ്കൂളുകൾ നാളെ തുറക്കും. സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളുമാണ് നാളെ തുറക്കുക. 75 അധ്യയന ദിനങ്ങളാണ് 3ാമത്തെ ടേമിലുള്ളത്. 10,36,996 വിദ്യാർത്ഥികളാണ് സ്കൂളുകളിൽ എത്തുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിലെ വിദേശി തൊഴിലാളികളിൽ പകുതി ഹൈസ്കൂൾ വിദ്യാഭ്യാസമില്ലാത്തവരാണെന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയിലെ ലേബർ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് വിദേശി തൊഴിലാളികളിൽ 10.5% മാത്രമാണ് സർവകലാശാല ബിരുദമുള്ളതെന്നും 49.5% പേർ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണെന്നുമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. സ്വദേശിവൽക്കരണവും ജനസംഖ്യാ സന്തുലനവും വിദേശ തൊഴിലാളികൾക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കെയാണ് LMIS-ന്റെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം വിദേശ ജോലിക്കാരുടെ മൊത്തമെണ്ണത്തിൽ പകുതിയും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരാണ്. 10% മാത്രമാണ് ബിരുദധാരികൾ. സ്വകാര്യ മേഖലയിൽ 250 ദിനാറും പൊതുമേഖലയിൽ 643 ദിനാറുമാണ് വിദേശികളുടെ ശരാശരി ശമ്പളമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ചെറിയൊരു വിഭാഗത്തിന്റെ വരുമാനവുമായി ചേർത്തുവെക്കുന്നതിനാലാണ് റിപ്പോർട്ടിൽ ശരാശരി ശമ്പളം മോശമല്ലാത്ത അവസ്ഥയിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ 100 ദിനാറിൽ ചുവടെ ശമ്പളം വാങ്ങുന്നവർ നിരവധിയാണ്. ഒരേ തൊഴിൽ ചെയ്യുന്ന സ്വദേശിക്കും വിദേശിക്കും വ്യത്യസ്ത നിരക്കിലാണ് ശമ്പളം ലഭിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ ശമ്പളത്തോടൊപ്പം സർക്കാർ നൽകുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും ചേർത്ത് സ്വദേശിക്ക് ശരാശരി 1378 ദിനാർ പ്രതിമാസം ലഭിക്കുന്നു. പൊതുമേഖലയിലെത്തുമ്പോൾ അടിസ്ഥാന ശമ്പളം 1457 ദിനാറായി വർദ്ധിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഇന്ത്യൻ ഹാജിമാരുടെ മക്കയിലെ താമസത്തിനുള്ള കെട്ടിടം തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനത്തോടെ കെട്ടിട നിർണയം പൂർത്തിയായേക്കും. ഗ്രീൻ കാറ്റഗറിയുടെ ദൂരപരിധി 1 കിലോമീറ്ററായി ചുരുക്കിയതാണ് ഇത്തവണത്തെ പ്രധാന മാറ്റം. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ 2-അംഗ ബിൽഡിംഗ് സെലക്ഷൻ ടീമാണ് മക്കയിൽ കെട്ടിട പരിശോധന നടത്തുന്നത്. ഗ്രീൻ, അസീസിയ കാറ്റഗറികളിലാണ് ഇത്തവണയും ഇന്ത്യൻ ഹാജിമാർക്ക് താമസമൊരുക്കുന്നത്. 25,000 ഹാജിമാർ ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മികച്ച സൗകര്യമൊരുക്കുമെന്ന് കോൺസുൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് പറഞ്ഞു. മസ്ജിദുൽ ഹറാമിന് 1.5 കിലോമീറ്റർ പരിധിയിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഗ്രീൻ കാറ്റഗറിയിലെ താമസം. ഇത്തവണ ഇതിന്റെ പരിധി കുറച്ചിട്ടുണ്ട്. അതേസമയം ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാൻ അനുവാദമില്ല. There are two things in green. One, there is no permission for kitchen facility in green, and two, the distance of green category has been reduced from 1500 meter last year to 1000 meter this year. So it will be nearer to Haram, but without kitchen facility. കെട്ടിട നിർണയം പൂർത്തിയായാൽ മാത്രമേ എത്ര പേർക്ക് ഗ്രീൻ കാറ്റഗറിയിലും അസീസിയയിലും താമസ സൗകര്യം ലഭിക്കൂ എന്ന് വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ പോലെ അസീസിയയിൽ നിന്നും ഹറമിലേക്കുള്ള ബസ് സൗകര്യം മികച്ചതാക്കുമെന്നും കോൺസുൽ ജനറൽ പറഞ്ഞു. മദീനയിലെ താമസ സൗകര്യവും മികച്ചതാക്കിയിട്ടുണ്ട്. മുഴുവൻ തീർത്ഥാടകർക്കും മസ്ജിദ് നബിയുടെ അടുത്ത് 350 മീറ്ററിനുള്ളിൽ മർക്കസി ഏരിയയിലാണ് താമസം ലഭിക്കുക. കഴിഞ്ഞ വർഷം ഏറെ പരാതികളുണ്ടായിരുന്ന മക്ക മദീന യാത്രക്കുള്ള ബസ് സർവീസ് ഇത്തവണ കുറ്റമറ്റതാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 1,25,000 തീർത്ഥാടകരാണ് ഹജ്ജ് കമ്മിറ്റി കീഴിൽ ഹജ്ജ് നിർവഹിക്കാനെത്തുക. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. കേരളത്തിൽ നിന്നും വ്യാജ വിസ നൽകി തീർത്ഥാടകരെ ഹജ്ജിനായി കൊണ്ടുവന്ന് വഞ്ചിക്കുന്ന സ്വകാര്യ ഏജന്റുമാർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി പറഞ്ഞു. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറം നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് എംബാർക്കേഷൻ കോഴിക്കോട് നിന്നാക്കുക, നാട്ടിൽ നിന്നും പരിചയസമ്പന്നരായ വളണ്ടിയർമാരെ അയക്കുക, കേരളത്തിന്റെ ആവശ്യത്തിനനുസൃതമായ ഹജ്ജ് കോട്ട അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ചെമ്പൻ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. നസീർ വാവക്കുഞ്ഞ്, അബ്ദുറഹ്മാൻ വണ്ടൂർ, നാസർ ചാവക്കാട്, KTA മുനീർ, മുഹമ്മദ് അലി കോട്ട, ഷാനിയാസ് കുന്നിക്കോട്, PMA ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. അൻഷാദ് മാസ്റ്റർ നന്ദി പറഞ്ഞു. വാർത്തകളിലേക്ക്. ഖത്തറിന്റെ പ്രധാന വികസന പദ്ധതികളിൽ സ്വകാര്യ മേഖലയെ പങ്കെടുപ്പിക്കുമെന്ന് ധനമന്ത്രി അലി ഷെരീഫ് അൽ ഇമാദി അറിയിച്ചു. കഴിഞ്ഞ 9 മാസത്തിനിടെ വിവിധ പദ്ധതികൾക്കായി 3900 കോടി റിയാലിന്റെ ടെൻഡറുകൾ അനുവദിച്ചതായും ഇവ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ചെറുകിട ഇടത്തരം കമ്പനികൾക്കാണ് നൽകിയതെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയ ടെൻഡർ നിയമം മത്സരത്തിനുള്ള അവസരം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കായിക രംഗത്ത് വൻ കുതിപ്പിനൊരുങ്ങുന്ന ഖത്തറിൽ കായിക മേഖലയിൽ തന്നെയാണ് കൂടുതൽ നിക്ഷേപ സംരംഭക സാധ്യതകളും നിലവിലുള്ളത്. സ്പോർട്സ് മാർക്കറ്റിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, സ്പോർട്സ് ഡെവലപ്മെന്റ്, സ്റ്റേഡിയം നിർമ്മാണം, സ്പോർട്സ് വിനോദസഞ്ചാരം തുടങ്ങിയ നിരവധി നിക്ഷേപ അവസരങ്ങളുണ്ട്. വാണിജ്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക നയ ഗവേഷണ വകുപ്പ് ഡയറക്ടർ സയ്യിദ് ബിൻ അബ്ദുല്ല അൽ അത്തുയ്യയാണ് ഇക്കാര്യം അറിയിച്ചത്. ദോഹയിൽ നടന്നുവരുന്ന മുഷ്തറയാത്ത് പ്രദർശനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയിലും രാജ്യത്ത് അനേകം നിക്ഷേപ സാധ്യതകളുണ്ട്. ആരോഗ്യരംഗത്ത് സ്വകാര്യ ആശുപത്രികളും വാണിജ്യ മന്ത്രാലയത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. വിദ്യാഭ്യാസ രംഗത്തും കൂടുതൽ മുതൽ മുടക്കിന് സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ സ്കൂളുകൾക്കായി 11 പ്ലോട്ടുകൾ അനുവദിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഉൾപ്പെടെയാണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കായി 47 ബില്യൺ റിയാലിന്റെ 83 നിക്ഷേപാവസരങ്ങൾ രാജ്യത്തുള്ളത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വിനോദ കായിക നഗരം റിയാദിൽ നിർമ്മിക്കുമെന്ന് സൗദി 2ാം കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയും സാമ്പത്തിക വികസന സമിതി മേധാവിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി നിലവിൽ വരുന്ന അൽ ഖിദിയ പദ്ധതിക്ക് 2018 ആദ്യത്തിൽ തറക്കല്ലിടും. ലഹരിക്കായി ചിരിവാതകം എന്നറിയപ്പെടുന്ന ഈഥൈൽ ക്ലോറൈഡ് ദുരുപയോഗം ചെയ്യുന്നവർക്ക് UAE ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചിരിവാതകം കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രാലയം സർക്കുലർ ഇറക്കി. റിയാദ് നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മുസാമിയക്ക് സമീപത്താണ് സാംസ്കാരിക വിനോദ കായിക നഗരം നിർമ്മിക്കുന്നത്. റിയാദ് മക്ക എക്സ്പ്രസ് വേയിൽ നിന്നും 65 കിലോമീറ്റർ മാറിയാണ് 334 കിലോമീറ്റർ ചുറ്റളവിലുള്ള അൽ ഖിദിയ നഗരം നിലവിൽ വരിക. പദ്ധതി 2022 പൂർത്തിയാകുമെന്ന് അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രസ്താവന. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈത്ത് പൗരനും സിറിയൻ വംശജയായ ഭാര്യയും ഫിലിപ്പീൻസ് പോലീസിന്റെ കസ്റ്റഡിയിൽ. ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം ആരോപിച്ച് അലി ഹുസൈൻ അൽ ദുവൈരി എന്ന കുവൈത്ത് സ്വദേശിയെയും ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇറാഖിൽ കൊല്ലപ്പെട്ട IS പോരാളി അബു ജിന്ദൽ അൽ കുവൈത്തിയുടെ സഹോദരനാണ് അലി ഹുസൈൻ അൽ ദുഫൈരി. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ മനിലയിൽ വെച്ചാണ് കുവൈത്ത് പൗരനെയും ഇയാളുടെ സിറിയക്കാരിയായ ഭാര്യയെയും ഫിലിപ്പീൻസ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മാസങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ സഖ്യകക്ഷി ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ട അബു ജന്തൽ അൽ കുവൈത്തിയുടെ സഹോദരനാണ് പിടിയിലായ അലി ഹുസൈൻ അൽ ദുഫൈരി. കുവൈത്തിൽ ഭീകരാക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായാണ് സൂചന. സുലേബിക്കാത്തിലെ ഷിയ പള്ളി, അമേരിക്കൻ സൈനിക താവളം, അബ്ദലിയിലെ ഗസ്റ്റ് ഹൌസ് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ പദ്ധതിയിട്ട കാര്യം പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചതായി ഫിലിപ്പീൻസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പിടിയിലായ അലി ഹുസൈൻ അൽ ദുഫൈരിയെ കുവൈത്തിലേക്ക് നാടുകടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഫിലിപ്പീൻസ് പോലീസ് പറഞ്ഞു. ഇയാളുടെ ഭാര്യ ഫിലിപ്പീൻസിലെത്തിയത് ഖത്തർ വഴിയായതിനാൽ അവരെ ഖത്തർ സുരക്ഷാ വിഭാഗത്തിനായിരിക്കും കൈമാറുക. IS ദൗത്യമേറ്റെടുത്ത അലി ഹുസൈൻ തൊഴിൽ വിസയിൽ ജനുവരിയിലാണ് ഫിലിപ്പീനിലെത്തിയത്. ഫിലിപ്പീൻസിലെ വിവിധ നഗരങ്ങളിൽ ഇയാൾ സന്ദർശനം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാളുമായി ബന്ധമുള്ളവരെയും സുഹൃത്തുക്കളെയും നിരീക്ഷിച്ചു വരികയാണെന്നും സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഒമാന്റെ സാമ്പത്തിക മേഖലയിലെ സുപ്രധാന പദ്ധതികളിൽ ഒന്നായ ദുഗം റിഫൈനറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് എണ്ണ പ്രകൃതിവാതക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സാലിം ബിൻ നാസർ അൽ ഔഫി അറിയിച്ചു. ആധുനിക സംവിധാനങ്ങളോടെയുള്ള റിഫൈനറിയിൽ പ്രതിദിനം 2.30 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കാനാണ് സൗകര്യമുണ്ടാവുക. കുവൈറ്റും ഒമാനും 50% വീതം ഓഹരി പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന റിഫൈനറി നിർമ്മാണം പൂർത്തിയാകാൻ 4 വർഷമെടുക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 2021ഓടെ റിഫൈനറി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അൽ ഔഫി അറിയിച്ചു. നിർമ്മാണത്തിന് താൽപര്യമുള്ളവരിൽ നിന്ന് നേരത്തെ ദർഖാസുകൾ ക്ഷണിച്ചിരുന്നു. ഇതിന്റെ സൂക്ഷ്മ പരിശോധന നടന്നുവരികയാണ്. കരാർ ലഭിച്ചവരുടെ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്ന് അൽ ഔഫി അറിയിച്ചു. ഒമാനും കുവൈറ്റും തമ്മിലുള്ള പങ്കാളിത്ത കരാർ ഈ മാസം 10-നാണ് ഒപ്പിടുക. 20 ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന 10 പ്ലാന്റുകളാകും ഇവിടെ ഉണ്ടാവുകയെന്നും അണ്ടർ സെക്രട്ടറി അറിയിച്ചു. മീഡിയ 1, മസ്കറ്റ്.
നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വിനോദ കായിക നഗരം റിയാദിൽ നിർമ്മിക്കുമെന്ന് സൗദി രണ്ടാം കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയും സാമ്പത്തിക വികസന സമിതി മേധാവിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിച്ചു. സൗദി വിഷൻ 2030ന്റെ ഭാഗമായി നിലവിൽ വരുന്ന അൽ ഖിദിയ പദ്ധതിക്ക് 2018 ആദ്യത്തിൽ തറക്കല്ലിടും. റിയാദ് നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മുസാമിയക്ക് സമീപത്താണ് സാംസ്കാരിക വിനോദ കായിക നഗരം നിർമ്മിക്കുന്നത്. റിയാദ് മക്ക എക്സ്പ്രസ് വേയിൽ നിന്നും 65 കിലോമീറ്റർ മാറിയാണ് 334 കിലോമീറ്റർ ചുറ്റളവിലുള്ള അൽ ഖിദിയ നഗരം നിലവിൽ വരിക. പദ്ധതി 2022 പൂർത്തിയാകുമെന്ന് അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രസ്താവനയിൽ അറിയിച്ചു. സാമ്പത്തിക മേഖലയിലെ വൻ ഉണർവിനും പെട്രോൾ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനും യുവാക്കൾക്ക് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി ഉപകരിക്കും. സൗദി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് പദ്ധതിക്ക് മുതൽ മുടക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള നിക്ഷേപകരെയും പദ്ധതി നടപ്പിൽ പങ്കാളികളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകോത്തര നിലവാരമുള്ള 100 താമസ കേന്ദ്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായതായിരിക്കും സാംസ്കാരിക നഗരം. സഞ്ചാരത്തിനും സന്ദർശനത്തിനും ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ പ്രാമുഖ്യം നൽകുന്ന പ്രദേശം എന്നതും നിർദ്ദിഷ്ട നഗരത്തിന്റെ പ്രത്യേകതയായിരിക്കും. അമേരിക്കൻ കമ്പനിയായ സിക്സ് ഫ്ലാഗാണ് വിനോദ നഗരം നിർമ്മിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് കമ്പനിയായ സിക്സ് ഫ്ലാഗിന്റെ സാന്നിധ്യമായിരിക്കും അൽ ഖിദിയയുടെ പ്രധാന ആകർഷണം. അമേരിക്കൻ സന്ദർശന വേളയിൽ അമീർ മുഹമ്മദ് സിക്സ് ഫ്ലാഗുമായി കരാർ ഒപ്പിട്ടിരുന്നു. പദ്ധതിയുടെ വിശദാംശങ്ങൾ തറക്കല്ലിടൽ ചടങ്ങിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്നും അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അറിയിച്ചു. മീഡിയ 1 റിയാദ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന KMCC ബഹ്റൈൻ ഘടകത്തിന് സീറോ മലബാർ സൊസൈറ്റിയുടെ പുരസ്കാരം. സിംസ് വർക്ക് ഓഫ് മെഴ്സി അവാർഡ് എന്ന പേരിലുള്ള പുരസ്കാരം അബ്ദുൾ സമദാനിയാണ് സമ്മാനിച്ചത്. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പ്രവാസി ബൈത്തുർ റഹ്മ പദ്ധതി അടക്കമുള്ള വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് സീറോ മലബാർ സൊസൈറ്റി KMCC ബഹ്റൈൻ ഘടകത്തിന് പുരസ്കാരം നൽകിയത്. ആരോഗ്യ മന്ത്രാലയം മുൻ അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹൈ അലി അൽ അവാദിയിൽ നിന്ന് KMCC പ്രസിഡന്റ് SV ജലീലും ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്ങലും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. അബ്ദുൾ സമദ് സമദാനി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. സിംസ് പ്രസിഡന്റ് ജോസഫ് കെ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർ ഗ്രൂപ്പ് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, ജനറൽ സെക്രട്ടറി ബിജു ജോസഫ്, വൈസ് പ്രസിഡന്റ് തോമസ് ജോൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിംസിന്റെ ചാരിറ്റി സെല്ലിൽ നിന്നും 1,62,000 രൂപ KMCC പെൻഷൻ പദ്ധതിയിലേക്ക് ചടങ്ങിൽ സംഭാവന നൽകി. ബൈത്തുർ റഹ്മ പദ്ധതിയിലേക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് സിംസ് കലാവിഭാഗം അവതരിപ്പിച്ച നൃത്തശില്പവും അരങ്ങേറി. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. ലഹരിക്കായി ചിരിവാതകം എന്നറിയപ്പെടുന്ന ഈഥൈൽ ക്ലോറൈഡ് ദുരുപയോഗം ചെയ്യുന്നവർക്ക് UAE ആരോഗ്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചിരിവാതകം കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രാലയം സർക്കുലർ ഇറക്കി. ലഹരിക്കായി കൗമാരക്കാർ ഈഥൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മുറിവിന്റെ വേദനയിൽ നിന്ന് ആശ്വാസം കിട്ടാനാണ് സാധാരണ ഈഥൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും കുറഞ്ഞ വിലയ്ക്ക് ഇത് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ദുരുപയോഗ സാധ്യത കൂടുതലാണ്. ഗുരുതരമായ പാർശ്വഫലമാണ് ഇതിനുണ്ടാവുക. നാഡീവ്യവസ്ഥയിലെ തകരാറ്, പ്രതികരണശേഷി കുറയൽ, മൂകത, വിറയൽ, കണ്ണുകൾ അറിയാതെ ചലിക്കൽ തുടങ്ങിയവയാണ് ഇത് സൃഷ്ടിക്കുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ. ഓക്സിജൻ ശ്വസിക്കാനുള്ള കഴിവ് കുറഞ്ഞ് മരണത്തിലേക്ക് നയിക്കാനും ഇത് കാരണമാകും. കരൾ, വൃക്ക തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ താറുമാറാകും. ചില രാജ്യങ്ങൾ അർബുദത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ ഈഥൈൽ ക്ലോറൈഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 ദുബായ്. UAE-യിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ബ്രിട്ടീഷ് ഫെസ്റ്റിവൽ ആരംഭിച്ചു. ബ്രിട്ടനിൽ നിന്നും ലുലു ഹൈപ്പർ മാർക്കറ്റ് നേരിട്ടും അല്ലാതെയും ഇറക്കുമതി ചെയ്ത 5000-ൽ പരം ഉൽപ്പന്നങ്ങളാണ് ബ്രിട്ടീഷ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ലഭ്യമാക്കിയിരിക്കുന്നത്. ദുബായ് അൽബർഷ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ബ്രിട്ടീഷ് കോൺസൽ ജനറൽ പോൾ ഫോക്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജെയിംസ് കെ വർഗീസ്, ഷാർജ റീജിയണൽ ഡയറക്ടർ നൌഷാദ് MA എന്നിവർ പങ്കെടുത്തു. ഫെസ്റ്റിവൽ ഏപ്രിൽ 11-ന് അവസാനിക്കും. ഇതോടെ മിഡിസ് ടവർ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് media1tv.in സന്ദർശിക്കുക. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.